നമസ്കാരം. ലൈസൻസിന് വേണ്ടി ഒരു പെൺകുട്ടി പോകുന്നു, റോഡ് ഓടിച്ചു, ഹെച്ചെടുക്കാൻ പറഞ്ഞ് ഹെച്ചെടുക്കാൻ പറ്റിയില്ല, തോറ്റു. പക്ഷെ എനിക്ക് ലൈസൻസ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് MVD തടഞ്ഞു നിർത്തി, എനിക്ക് ലൈസൻസ് തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് പറയുന്ന ഒരു വീഡിയോ. ആ പെൺകുട്ടിക്ക് ചുക്കാൻ പിടിക്കാൻ അല്ലെങ്കിൽ താളത്തിന് തുള്ളാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ തന്ത്യാനും കൂടെയുണ്ട്. ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കണ്ടത്. അത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്തെന്ന് അറിയില്ല. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഇവിടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്നും കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ. ഞാൻ ഇന്ന് തൂങ്ങിച്ചാ സാറിന്റെ പേര് ഞാൻ ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. സാറ് ഞാൻ റോഡ് ഒഴിച്ചില്ലോ എന്ന് പറയാം. അവസരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി എവിടെയാ അവസരം? ഒരാഴ്ച ആണ് സാറേ. ഞാൻ പറഞ്ഞു എനിക്ക് പോണേ. എത്തെടുപ്പിക്കുന്ന എന്തിനാ? റിവേഴ്സിന്റെ ഓടിക്കാത്ത ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ലേ കൊടുക്കുന്നത്? കുട്ടിയെ കൊണ്ടുവരാണെന്ന് ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ളവരോട് കൊടുത്തു. നിങ്ങളിത് കാണുന്നില്ലേ? അച്ഛനല്ലേ റോഡ് ഞാൻ ഓടിച്ചായിരുന്നു. പോകുന്നില്ലേ ഞങ്ങള്? വേണ്ടേ എന്തായാലും ഇന്നുമായിട്ട് ഞാൻ സാറിന്റെ പേര് ഞാൻ ഉറപ്പാ. ഞാൻ അത്രയും ഫസ്ട്രേറ്റഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. സാറേ ആ പറഞ്ഞോ, എന്നിട്ട് ആ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഗോവിന്ദാട്ടി എടുത്ത് പറയൂ. ഇത് ലോകം അവസാനിക്കല്ലേ? ഗോവിന്ദാട്ടി എടുത്ത് പറയൂ. എന്റെ തെറ്റ് നടത്തി പ്രതി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഞാൻ പോക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഞാൻ നൈറ്റ് മരിക്കും. അപ്പൊ ഫീലിംഗ് ആരും മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രം, അതുകൊണ്ടാണ് പറയുന്നത്. ഭീഷണി സാറേ, വൈകിട്ട് ഞാൻ മരിക്കും, എനിക്കൊരു പേടിയൊന്നുമില്ല, ഞാൻ മരിക്കും. ഭീഷണിപ്പെടുത്തേനെ MP. അതിന്റെ കൂടെ തുള്ളാൻ വേണ്ടിയിട്ട് തന്ത്യാനും പറയാണ്. അതായത് ഇവള് പറയുന്നത്, അത് ഒരിക്കൽ കൂടി കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരിക്കൽ കൂടി വെക്കാം. ഇവള് പറഞ്ഞു വരുന്നത്, ഇവൾക്ക് എന്തോ ഒരു എഗ്രിമെന്റ് ഉണ്ട്, എന്തോ ജോലി. ആ എഗ്രിമെന്റിൽ ലൈസൻസ് വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടപ്പോ. അതുകൊണ്ട് ഈ ലൈസൻസിൽ ഇവള് റോഡ് ഓട്ടിച്ചതിന് ശേഷം എച്ചെടുക്കാൻ പറഞ്ഞപ്പോ എടുക്കാൻ പറ്റിയില്ല, റിവേഴ്സ് എടുക്കാനെന്ന് ഇവൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു ലൈസൻസ് തരാൻ പറ്റത്തില്ല, ഇവൾക്ക് തന്നേ പറ്റത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. നമുക്ക് എന്താണ് പറയുന്നതെന്ന് ഓരോന്നോരോന്നായിട്ട് കേൾക്കാം. ഓക്കെ. വേണ്ട, ഞാൻ ഇന്ന് തൂങ്ങിച്ചാ സാറിന്റെ പേര് ഞാൻ ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. സാർ എന്റെ നെഞ്ചത്തോടെ കയറ്റിക്കോ, ഞാൻ ഇന്ന് തൂങ്ങിച്ചാവും, എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ കോൺട്രാക്ട് എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ഇന്ന് തൂങ്ങിച്ചാവും. അപ്പൊ അവര് പറയുന്നത് വീണ്ടും അവസരം. ആ അവസരമൊന്നും വേണ്ട, എനിക്കിപ്പോ വേണം, സാറിന് വേണമെങ്കിൽ എന്റെ നെഞ്ചത്തോടെ കയറ്റിക്കൊണ്ട് തടഞ്ഞു നിർത്തിക്കുക, കാറ് തടഞ്ഞു നിർത്തിക്കുക. അടുത്ത് അവസരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി എവിടെയാ അവസരം? ഒരാഴ്ച ആണ് സാറേ. പുള്ളി പറയുകയാണ്, താങ്കൾ ഇതിപ്പോ തോറ്റെങ്കിൽ താങ്കൾക്ക് ഇനിയും അവസരമുണ്ടല്ലോ എന്ന്. ആ തന്തിയൻ വിവരമില്ലാത്ത ആ തന്തിയാൻ പറയുകയാണ്, ഇനി എവിടെ അവസരം? ഒരാഴ്ചയിലുള്ളത്. ഒരാഴ്ചക്കകത്ത് ഈ സർട്ടിഫിക്കറ്റ് എന്തോ കൊടുക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്കിപ്പോ കിട്ടിയ പുള്ളിയോട് എന്തോടെ വിദ്യാഭ്യാസമൊന്നും ഇല്ല. ഈ തന്തിയാൻ വളർത്തി ഇല്ലാതാക്കിയാണ് ഈ പെണ്ണിനെ. ഉറപ്പായിട്ട് ഈ പെൺകൊച്ചിനെ ഈ തന്ത്യാനില്ലേ വളർത്തി ഇല്ലാതാക്കിയതാണ്. മനസ്സിലായി? എല്ലാ വാശികൾക്കും നിന്ന് കൊടുത്ത്. അതുകൊണ്ടാണ് ഈ പെണ്ണ് ഇങ്ങനെ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതുപോലെ ഈ കാറ് തടഞ്ഞു നിർത്തിക്കൊണ്ട് എനിക്കിപ്പോ ലൈസൻസ് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് പറയുകയും അതിനോടൊപ്പം താളം തുള്ളി നിൽക്കുന്ന സ്വന്തം ഒരു അച്ഛനും. കഷ്ടമടേ കഷ്ടം. എത്തെടുപ്പിക്കുന്ന എന്തിനാ? റിവേഴ്സിന്റെ ഓടിക്കാത്ത ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുമോ? കുട്ടിയെ കൊണ്ടുവരാണെന്ന് ഞാൻ ഏറ്റവും ഓട്ടിക്കാത്ത ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഈ പെണ്ണ് പറയുന്നത് പിന്നെ അരുൺ സാർ എങ്ങനെയാണ് കൊടുക്കുന്നത്, സാറിന് മാത്രം എത്ര പ്രശ്നമൊന്നും. അതായത് ഓട്ടിച്ചില്ലെങ്കിൽ എനിക്ക് ലൈസൻസ് തരണം എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ആ പുള്ളി പറയുന്നുണ്ട് എന്തോ ഒരു ഈസി ആയിട്ടുള്ള സംഭവമാണ് കൊടുത്തത്, എന്നിട്ട് പോലും ഈ പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കുമെന്നാണ് ആ പുള്ളി പറയുന്നത്. ചെറുതായിട്ടുള്ളവരോട് കൊടുത്തു. നിങ്ങളിത് കാണുന്നില്ലേ? അച്ഛനല്ലേ? പോകുന്നില്ലേ ഞങ്ങള്? എന്തായാലും ഇന്നുമായിട്ട് ഞാൻ സാറിന്റെ പേര് ഞാൻ ഉറപ്പാ. ഞാൻ അത്രയും ഫസ്ട്രേറ്റഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം, അത്രയ്ക്ക് ഫസ്ട്രേറ്റഡ് ആണ് ഞാൻ.
എനിക്ക് ഇന്ന് ലൈസൻസ് തന്നില്ലെങ്കിൽ അമ്മയാണ് ഞാൻ തൂങ്ങിച്ചാവും എനിക്കറിയാം എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് നിന്ന് പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇത് തിളക്കുകയാണ്. പക്ഷെ ഇത്രയും നിനക്ക് ഈ പറഞ്ഞതുപോലെ പിന്നീട് ക്ഷമയില്ലെങ്കിൽ നീ എങ്ങനെയാ ഡ്രൈവ് ചെയ്യണത്? സത്യം പറഞ്ഞാൽ ഈ പെണ്ണ് ഈ ഇടയ്ക്കൊന്ന് ഈ നൂറ്റാണ്ടിൽ ഇവളുടെ ജീവിതത്തിൽ ഇവൾക്ക് ലൈസൻസ് കൊടുക്കരുത്. കാരണം ഇവൾ ഈ പറയുന്ന ഇതൊക്കെ കൊണ്ട് വല്ലവന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറ്റും, മനസ്സിലായോ? വല്ലവന്റെ പിന്നീട് മരണത്തിന് ഇവള് കാരണമാകും. ആ ഒരു സൈസാണ്. സാറേ അവിടെ പറഞ്ഞു. എന്നിട്ട് ആ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞ ജോയിന്റ് എടുത്ത് പറയൂ. ഇന്ന് ലോകം അവസാനിക്കല്ലേ, ജോയിന്റ് എടുത്ത് പറയൂ. എന്റെ ടെസ്റ്റ് നടത്തി പ്രതി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഞാൻ പോക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഞാൻ വൈകിട്ട് മരിക്കും. പേടിയില്ല സാറിന്. അപ്പൊ ഫീലിംഗ് സാറ് മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രം, അതുകൊണ്ടാണ് പറയുന്നത്. എന്റെ മോളെ ഒരു ഫീലിംഗ് സാറ് മനസ്സിലാക്കാത്തോണ്ടാണ് ഇത് പറയുന്നത്. എന്താണ് ഇവർക്ക് ഭ്രാന്താണ്? അങ്ങനെ പറഞ്ഞ ടെസ്റ്റ് നടത്താതെ ലൈസൻസ് തന്നാൽ എനിക്ക് പ്രശ്നമാവെന്ന് പറയുമ്പോ എനിക്ക് അതൊന്നും കേൾക്കട്ടെ, എനിക്ക് ലൈസൻസ് തന്നേ പറ്റുള്ളൂ എന്നാണ് ഈ പെൺകൊച്ച് പറയുന്നത്. എന്റെ കർത്താവ്, എന്തൊക്കെ കാണണം, എന്തൊക്കെ കണ്ട ഒരു ദിവസം തീരുവടെ? ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്താലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ പെണ്ണിക്കുട്ടിക്ക് ലൈസൻസ് കൊടുത്ത് ഒരു വിവരവും ഇല്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ല, ആരുടെ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല, ഒരു ക്ഷമയില്ല. ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. ഈ സാധനത്തിന് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞുകൂടാ, റോട്ടിൽ കൂടി എങ്ങനെയോ ഉരുട്ടി ഓട്ടിച്ച് എച്ചെടുക്കാൻ പഠിച്ചാലല്ലേ, അല്ലെ അത് എച്ചെടുത്ത് കാണിച്ചു കൊടുത്താലല്ലേ നമുക്ക് വണ്ടി ഒരുവിധം ഓട്ടിക്കാൻ അറിയാമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എച്ചെടുക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ ഇവർക്ക് ലൈസൻസ് വേണം. നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. അല്ല, നീ തൂങ്ങിച്ചെന്താ അങ്ങേർക്കെന്ത്? അതിന് താളത്തിന് തുള്ളി ഒരു പ്രാന്തൻ അച്ഛൻ പറഞ്ഞ എന്റെ മോളെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുക. നീ ഈ തന്തിയാണല്ലോ അതിന് കാരണം. കൊച്ചിലെ ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഉള്ള ചെല്ലവും മറ്റതൊക്കെ വാരിക്കോരി കൊടുത്ത് പറയുന്നതിനെല്ലാം താളത്തിന് തുള്ളി, പറയുന്ന വാശി പിടിക്കുമ്പോൾ എല്ലാം ചെയ്തു കൊടുത്ത്, എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അതും വാങ്ങിച്ചു കൊടുത്ത് വളർത്തി വഷളാക്കിയത് താങ്കളാണ്. തന്തിയാനായ താങ്കളാണ്, തന്തയായ താങ്കളാണ്. താങ്കൾ ഇപ്പോഴും അവൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഒരു നിയമവിരുദ്ധമായ കാര്യത്തിനെ മറ്റങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അയാൾ പറഞ്ഞ നിങ്ങൾക്ക് ഇനി അവസരമുണ്ടല്ലോ. എങ്ങനെ അവസരം? ഒരാഴ്ചയിലേ ഉള്ളൂ. കാരണം ഒരാഴ്ചക്കകത്ത് ഇവർക്ക് ഈ ലൈസൻസ് കൊടുക്കണം. അപ്പൊ ഇതിലിപ്പോ ഈ ഒരു സംഭവത്തിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമൊക്കെ ആയിരിക്കാം ഇവർക്ക് എന്ത് ചെയ്യുന്നത്, അടുത്ത ടെസ്റ്റ് വരുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഒരാഴ്ചയിൽ തന്നെ കിട്ടണം. അത് നിർബന്ധം കിട്ടിയേ പറ്റത്തുള്ളൂ. ഇന്ന് നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ നെഞ്ചിൽ കൂടി കാറ് കയറ്റിക്കൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ച് തൂങ്ങിച്ച എന്തോന്നിട ഇത്? എന്തോ ആയി കാണുന്നത്? ഇനി എന്തൊക്കെ കാണണം? എനിക്കറിയാം ഇത് എവിടെയുള്ളതെന്ന്, ഏത് സ്ഥലത്തുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. എവിടെ ഉള്ളതെന്നൊരു പിടുത്തമില്ല. എന്തായാലും നമിച്ചച്ചാം നിങ്ങളായിരിക്കണം, ഇതുപോലെ ആയിരിക്കണം തന്തിയാമാര്. ഇതുപോലെ വളർത്തി വഷളാക്കി കാരം കൊടുത്തല്ലേ വല്ലവന്റെ വീട്ടിൽ ഇപ്പൊ പറഞ്ഞു വിടും. ഇനി അവന്റെ നെഞ്ചത്ത് കയറും അവള്. ഈ വാശിയും ഈ പറയുന്ന എന്താണ് പറയുക, നിർബന്ധ ബുദ്ധിയും വാശിയും എല്ലാം കൂടി ഇങ്ങനെ കൊച്ചിലെ വളർത്തി. ഇത് കാർ ഓട്ടിങ്ങിൽ മാത്രമല്ല, കാർ ഓട്ടിങ്ങിൽ തന്നെ നമുക്ക് ക്ഷമ വേണം. ഈ വാശിയും നിർബന്ധ ബുദ്ധിയും ജീവിതത്തിൽ വരും. ഈ ജീവിതത്തിൽ ഈ വാശി എല്ലാം കൊണ്ടാണ് വല്ലവന്റെ തലയിൽ ചെന്ന് വീണത്. അവന്റെ അടുത്ത് ആ വീട്ടിൽ ചെന്ന് ആ വീട് കുളന്നുകൊണ്ടും, മനസ്സിലായി? അപ്പൊ ഈ പറയുന്ന ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ മുഖ്യ പങ്ക് 99% പങ്ക് അച്ഛനമ്മമാർക്കാണ്. ലാളിച്ച് വളർത്തുക. ലാസ്റ്റ് ഇരുന്ന് മോങ്ങേണ്ടതായിട്ട് വരും. എന്റെ പൊന്നച്ഛൻ. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.